നമ്മുടെ പെർസെൻറ്റേജിൻ്റെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അതായത് +2 എക്കണോമിക്സ് 2 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സും അതുപോലെ മാക്രോ എക്കണോമിക്സ് എന്നിങ്ങനെ 2 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. എന്നാൽ ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് അറിയാൻ നമ്മൾ പഠിച്ചല്ലേ, അതാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിങ്ങനെ 2 പാർട്ടുകളായിട്ടാണ് ഫസ്റ്റ് ഇയർ പഠിച്ചത്. എന്നാൽ സെക്കൻഡ് ഇയർ വന്നിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സും അതുപോലെ മാക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ 2 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ മൈക്രോ എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് മീൻസ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നുമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ അറിയപ്പെടുന്നത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് അറിയപ്പെടുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രാരംഭം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രാരംഭം. ഓക്കെ, സോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുകൾ ഏത് ഭാഷയിൽ നിന്ന് വന്നു, ഈ വാക്കുകളുടെ ഉപജ്ഞാതാവ് ആരാണ്. ഓക്കെ, സോ ദീസ് ടേംസ് അല്ലെങ്കിൽ ദ വേർഡ് മൈക്രോ അതുപോലെ മാക്രോ ഈ വാക്കുകൾ ഉത്ഭവിച്ചിട്ടുള്ളത് എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് മൈക്രോ മാക്രോ എന്ന പദങ്ങളുടെ ആവിർഭാവം. അതായത് the words micro and macros are derived from the Greek words. നമുക്ക് ആരാണ് ഈ വാക്കുകളുടെ ഉപജ്ഞാതാവ്? Words micro and macro അല്ലെങ്കിൽ these terms were coined by the economist Ragnar Frisch. ആരാണ്? റാഗ്നർ ഫ്രിഷ് എന്നറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മൈക്രോ മാക്രോ എന്നീ വാക്കുകളുടെ ഉപജ്ഞാതാവ്. ഓക്കെ, നമുക്ക് ഇതിന്റെ മീനിങ്. മൈക്രോ എന്താണ്? മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഭാഷയിൽ നിന്നാണ് ഈ വാക്കുകളുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ വാക്കുകളുടെ ഉത്ഭവം. മൈക്രോ അഥവാ മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഉത്ഭവിച്ചത് മൈക്രോസ് മൈക്രോസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് മൈക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. നോക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാക്രോ MAKROS മാക്രോസ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് മാക്രോ എന്ന പദം എന്ത് ചെയ്ത ഉത്ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞ വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് മൈക്രോസ് എന്ന പദത്തിൽ നിന്നും, മാക്രോ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ്? മാക്രോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ഇനി നമുക്ക് ഇതിന്റെ മീനിങ് ആണ് നോക്കേണ്ടത്. എന്താണ് മൈക്രോയുടെ മീനിങ്? മൈക്രോ മീൻസ് സ്മോൾ ആണ്, ചെറുത്. അതുപോലെ എന്താണ് മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ്, വലുത്. അതായത് ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വാക്കിന്റെ ഉത്ഭവം. അതുപോലെ ലാർജ് അഥവാ വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കിന്റെ ഉത്ഭവം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ വാക്കുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ് the words micros micro and macro are derived from the Greek word. അതാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങളുടെ ഉത്ഭവം. ഈ പദങ്ങളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് these terms were coined by the economist ആരാണെന്ന് പറഞ്ഞു? റാഗ്നർ ഫ്രിഷ്. റാഗ്നർ ഫ്രിഷ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഈ പദങ്ങളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ പറഞ്ഞു എന്താണ്? ചെറുത് എന്നർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ എന്താണ്? ലാർജ് അഥവാ വലുത് എന്നർത്ഥം വരുന്ന
മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം, മാക്രോ എന്ന പദത്തിന്റെ ഉത്ഭവം. ഓക്കെ, ഇനി നമുക്ക് എന്തിനെ കുറിച്ചാണ് ഇതുപോലെ മൈക്രോ എക്കണോമിക്സും അതുപോലെ മാക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും എന്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, വിശദീകരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നോക്കുന്നത്. സോ മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ എക്കോണമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ എക്കോണമി, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണെന്ന് അറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ എൻ്റയർ എക്കോണമി ഓർ അഗ്രിഗേറ്റ്സ്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ സഞ്ചിത പഠനമാണ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പഠനമാണെന്ന് അറിയപ്പെടുന്നത് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ പേര് എന്താ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം. ഓക്കെ, എന്താണ് മാക്രോ എക്കണോമിക്സ്, എന്തൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് അല്ലേ. അതായത് ടോട്ടൽ എംപ്ലോയ്മെന്റ്, അതുപോലെ എന്താണ് ടോട്ടൽ കൺസംഷൻ, അതുപോലെ എന്താണ് ജനറൽ പ്രൈസ് ലെവൽ തുടങ്ങിയ കാര്യങ്ങൾ. അതെന്താണ് മൊത്തത്തിലുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് വ്യക്തിഗത വരുമാനം, അതായത് എന്താണ് ഒരു വ്യക്തിയുടെ വരുമാനം, ആ കാര്യങ്ങൾ എന്താണ് ഇതിൽ പറയുന്നത്. അതാണ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ആണ് വ്യക്തിഗത വരുമാനം മീൻസ് ആണ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്നതിനെ കുറിച്ച്, അല്ലാതെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അഥവാ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് ഏതിൽ പറയുന്നില്ല, മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഇതിൽ വിശദീകരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു, ആ നാഷണൽ ഇൻകം അല്ലെങ്കിൽ എന്താണ് ദേശീയ വരുമാനം, മൊത്തത്തിലുള്ള വരുമാനം അല്ലേ. അതുപോലെ എന്താണ് ജനറൽ പ്രൈസ് ലെവൽ, മൊത്തത്തിലുള്ള എന്താണ് പ്രൈസ് ലെവലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്താണ് ടോട്ടൽ കൺസംഷൻ, അതായത് മൊത്തത്തിലുള്ള ഉപഭോഗം, അതുപോലെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏതിൽ പറയുന്നത് മാക്രോ എക്കണോമിക്സ് അതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തില് വിശദീകരിക്കുന്നു. ഓക്കെ, എന്താണ് പറഞ്ഞു, നാഷണൽ ഇൻകം എന്താണ് പറഞ്ഞില്ലേ, എന്താണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ എന്താണ് ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നു വിശദീകരിക്കുന്നു. എന്താണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ, നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം ഇസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ സാധനങ്ങളുടെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് അറിയപ്പെടുന്നത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് അറിയും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് മൊത്തത്തിലുള്ള വരുമാനം, അപ്പൊ അല്ലെങ്കിൽ ദേശീയ വരുമാനം പറയാം അല്ലേ. അപ്പൊ അതുപോലെ പിന്നെ എന്താണ് ടോട്ടൽ കൺസംഷൻ, അപ്പൊ എന്താണ് മൊത്തത്തിലുള്ള ഉപഭോഗം പറയാം അല്ലേ. ജനറൽ പ്രൈസ് ലെവൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഏതിൽ വിശദീകരിച്ചിരിക്കുന്നത് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തെ കുറിച്ചാണ് നമുക്ക്. എന്താണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അഥവാ എന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം. ഓക്കെ, അറിയാം എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. ആരാണ് ആഡം സ്മിത്ത് അല്ലേ. ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലേ, ഫാദർ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, സോ ഇവിടെ നോക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിൽ പറഞ്ഞിരിക്കുന്നത് ആഡം സ്മിത്തിനെ പോലെയുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ, അതായത് ആഡം സ്മിത്തിനെ പോലെയുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവശ്യകതയെ അംഗീകരിച്ചിരുന്നില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആഡം സ്മിത്തിനെ പോലെയുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവശ്യകതയെ എന്ത് ചെയ്തിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല.
ഓക്കെ, അവർ പറഞ്ഞത് ഒരു സമ്പദ് വ്യവസ്ഥ സ്വയം പ്രവർത്തിക്കുമെന്നും അതിൽ പൂർണ്ണ തൊഴിൽ അവസ്ഥ ഉറപ്പാണെന്നും എന്ത് ചെയ്തു, അവർ വിശ്വസിച്ചിരുന്നു. പറഞ്ഞാല് എക്കോണമിയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കമ്പോള ശക്തികളായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. കമ്പോള ശക്തികളായിട്ടുള്ള ആരൊക്കെയാണെന്ന് പറഞ്ഞു, കമ്പോള ശക്തികളായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചെയ്തു. അതായത് കമ്പോള ശക്തികളാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അഥവാ ചോദനവും പ്രധാനവും എന്നറിയപ്പെടുന്നത്. എന്താണ് ഡിമാൻഡും സപ്ലൈ എന്നൊക്കെ എന്താണ് വരും ചാപ്റ്ററിൽ നിങ്ങൾ വിശദീകരിച്ച് പഠിക്കും. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള സമ്മതമാണെന്ന് അറിയപ്പെടുന്നത് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്നറിയപ്പെടുന്നു. പകരം എന്താണെന്നൊക്കെ വിശദീകരിച്ച് നിങ്ങൾ പഠിക്കും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പോള ശക്തികൾ എന്ത് ചെയ്യുന്നത്, അതായത് എക്കോണമിയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കമ്പോള ശക്തികളായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ അവർ ചേർന്ന് എന്ത് ചെയ്യുന്നു, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്നു പരിഹരിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഇതായിരുന്നു. എന്നാൽ ഇവർ എന്താണ് പറഞ്ഞ ഈ അഭിപ്രായം അഥവാ എന്താണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ഈ രീതിയിൽ അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ കമ്പോള ശക്തികൾ എന്ത് ചെയ്തു, ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കും. അതായത് എന്ത് ചെയ്യുന്നു, ആ ഒരു സമ്പദ് വ്യവസ്ഥ സ്വയം പ്രവർത്തിക്കുമെന്നും അതിൽ എന്താണ് പൂർണ്ണ തൊഴിലവസ്ഥ എന്ത് ചെയ്തു ഉറപ്പാണെന്നും എന്ത് ചെയ്തു വിശ്വസിച്ച്. ഓക്കെ, എന്നാൽ ഇവരുടെ ഈ അഭിപ്രായം എന്താണ്, ഇവരുടെ എന്താണ് ഈ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു അല്ലെ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ എന്താണ് ഈ അഭിപ്രായം 1930s എന്താണ് 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ മീൻസ് വലിയ സാമ്പത്തിക മാന്ദ്യം. വലിയ സാമ്പത്തിക മാന്ദ്യം എന്നറിയപ്പെടുന്നത് 1929 കാലഘട്ടത്തിൽ ആരംഭിച്ചു. എന്ത് ചെയ്തു, ആരംഭിച്ചതെന്ന് അറിയപ്പെടുന്നത് 29 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ആരംഭിച്ചതാണ്. അപ്പൊ എന്താണ് ആ ഡേറ്റ് ഓർമ്മിക്കുകയാണെങ്കിൽ 1930കളിലെ വലിയ സാമ്പത്തിക മാന്ദ്യം അല്ലെ. ഇപ്പോഴത്തെ എന്താണ് ഇതേ രീതിയിലുള്ളതാണ് ഒരു വലിയ പ്രശ്നമാണ്, ലോകത്തിലുള്ള ഏർപ്പെട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് എന്നറിയപ്പെടുന്നത് COVID-19. അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നമായിരുന്നു എന്ത് ചെയ്ത് ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മാന്ദ്യം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മാന്ദ്യം എന്ത് ചെയ്തു ഈ അഭിപ്രായം തെറ്റാണെന്ന് തെളിയിച്ചു. ഈ വലിയ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ചെയ്തു, എക്കോണമിക് മേഖല അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ആരംഭിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, രാജ്യം ഒട്ടാകെ എന്ത് ചെയ്തു വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും പിന്നെ എന്ത് ചെയ്തു അതെന്നാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് മൂലം എന്ത് ചെയ്തു ഫാക്ടറികളിൽ ഉൽപാദനം ഉൽപാദനം എന്ത് ചെയ്തു നടക്കാതെ വരികയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഉൽപാദനം നടക്കാതെ എന്ത് ചെയ്തു ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു തൊഴിൽ നഷ്ടപ്പെടുന്നു അല്ലെ, ഫാക്ടറികളൊക്കെ എന്താണ് അടച്ചുപൂട്ടുകയും മറ്റുക ചെയ്യേണ്ടി വന്നു. മീൻസ് എന്താണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അതാണെന്ന് അറിയപ്പെടുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മാന്ദ്യം എന്ന് അറിയപ്പെടുന്നു. അതാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായം തെറ്റാണെന്ന് ആര് തെളിയിച്ചു 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക മാന്ദ്യം എന്ത് ചെയ്തു തെറ്റാണെന്ന് തെളിയിച്ചു. അഥവാ എന്ത് ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്തു സാമ്പത്തിക ശാസ്ത്ര മേഖല അഥവാ എന്താണ് എക്കണോമിക് മേഖല അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര മേഖല എന്ത് ചെയ്തു ഇങ്ങനെ വഴിവിട്ട് നിൽക്കുകയായിരുന്നു. ഇനി എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ എന്താണ് എക്കണോമിസ്റ്റുകൾ അഥവാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പുതിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തു ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞതാണ് എക്കോണമിക് മേഖല അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് JM കെയ്ൻസ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്താണ് JM കെയ്ൻസ് അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള പേര് ഓർമ്മിച്ചിരിക്കുന്നതാണ് പ്രശസ്ത കൃതിയായിട്ടുള്ള ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് interest and money ആണ് പറഞ്ഞിരിക്കുന്നത്.
ജെയിം കെയ്ൻസ് അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞാൽ തൊഴിൽ, പലിശ, പണം എന്നിവ സംബന്ധിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള സിദ്ധാന്തം. ഇത് പറഞ്ഞൊരു ടെസ്റ്റ്. അതായത് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി പബ്ലിഷ്ഡ് ഇൻ 1936 1936 ജെയിം കെയ്ൻസ് അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള അതാണെന്ന് പറഞ്ഞു. ഓർമ്മിച്ചിരിക്കുക ടെസ്റ്റിന്റെ പേര് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതിലുണ്ടായിരുന്നു? ഈ ടെസ്റ്റില് ഉണ്ടായിരുന്നു. സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും ഏതിലുണ്ടായിരുന്നു? ഈ ടെസ്റ്റിൽ അല്ലെങ്കിൽ ഈ കൃതിയിൽ ഉണ്ടായിരുന്നു. എന്നറിയപ്പെടുന്നത് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കൃതി എന്നറിയപ്പെടുന്നത് എക്കോണമിക് മേഖല അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി എന്നറിയപ്പെടുന്നു കെയ്നീഷ്യൻ റവല്യൂഷൻ കെയ്നീഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ കെയ്നീഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. എന്ത് ചെയ്തു? ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കൃതിയോടുകൂടി അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടി സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര മേഖല ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര മേഖലയായി പ്രചാരം നേടുകയും വിപുലമാവുകയും ചെയ്തു. പറഞ്ഞാൽ ഇതോടുകൂടി സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര മേഖല ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര മേഖലയായി മാറുകയും പ്രചാരം നേടുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്നറിയപ്പെടുന്നത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിൽ എന്താ പറഞ്ഞത്? ആഡം സ്മിത്തിനെ പോലെയുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തു? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ ആവശ്യകതയെ അംഗീകരിച്ചിരുന്നില്ല. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്ന? ഒരു സമ്പദ് വ്യവസ്ഥ സ്വയം പ്രവർത്തിക്കുമെന്നും അതിൽ പൂർണ്ണ തൊഴിലവസ്ഥ ഉറപ്പാണെന്നും എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചിരുന്നു. ഓക്കെ, എന്നാൽ ഇവരുടെ ഈ അഭിപ്രായം തെറ്റാണെന്ന് 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ വലിയ സാമ്പത്തിക മാന്ദ്യം ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s 1930കളിലെ വലിയ സാമ്പത്തിക മാന്ദ്യം എന്ത് ചെയ്തു? ഈ അഭിപ്രായം തെറ്റാണെന്ന് എന്ത് ചെയ്തു? തെളിയിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തു? സാമ്പത്തിക ശാസ്ത്ര മേഖല വഴിമുട്ടി നിന്ന സാഹചര്യത്തിലാണ് ആര് വന്നത്? ജെയിം കെയ്ൻസ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ജെയിം കെയ്ൻസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നറിയപ്പെടുന്ന ടെസ്റ്റ് എന്ത് ചെയ്തു? പ്രസിദ്ധീകരിക്കുകയും ഇതോടുകൂടി എന്ത് ചെയ്തു? സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഈ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു വിപ്ലവം സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ കെയ്നീഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലേ? സാമ്പത്തിക ഈ ടെസ്റ്റ് പ്രസിദ്ധീകരണത്തോടു കൂടി അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടി എന്ത് ചെയ്തു? മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര മേഖലയായി മാറുകയും പ്രചാരം നേടുകയും ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? ഈ വാക്കുകളുടേതാണ് ഉപജ്ഞാതാവ്. അല്ലേ? എക്കോണമിക് തിയറി can be classified എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നമുക്ക് രണ്ട് ശാഖകളായി തിരിക്കാമെന്ന് അറിയപ്പെടുന്നു. ഏതൊക്കെയാണെന്ന് അറിയപ്പെടുന്നത്? മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ രണ്ട് പാർട്ടുകളായിട്ട് എന്ത് ചെയ്യാം? തിരിക്കാമെന്ന് പറഞ്ഞു. These terms were coined by അല്ലെങ്കിൽ ഈ വാക്കുകളുടെ ഉപജ്ഞാതാവ് ആരെന്ന് പറഞ്ഞു? റാഗ്നർ ഫ്രിഷ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പിന്നെ പറഞ്ഞത് ഏത് ഭാഷയിൽ നിന്നെന്ന് പറഞ്ഞു അല്ലേ? These terms were coined by എന്താണ്? These terms ഏത് ഭാഷ എന്നാണ് നമ്മൾ പറഞ്ഞത്? These terms are derived from the Greek word അല്ലെങ്കിൽ വാക്കുകൾ ഉത്ഭവിച്ചിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അല്ലേ? പിന്നെ പറഞ്ഞത് എന്താണ്? മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ എന്ന് ചെറുതെന്നും അർത്ഥം. അതുപോലെ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് അല്ലെങ്കിൽ വലുത് ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താണ്? മൈക്രോ എക്കണോമിക്സ് എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്?
മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ ഇക്കോണമി. അടുത്ത പറഞ്ഞതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള പഠനമാണ്. അത് എന്താണ്? അഗ്രിഗേറ്റ് സ്റ്റഡി. അപ്പൊ എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ എന്താണ്? മൊത്തത്തിലുള്ള പഠനമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. എന്താ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞത്? മാക്രോ എക്കണോമിക്സിന്റെ ആദ്യ ഫോം അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, പിന്നെ എന്താണ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ.